ഹലോ, അൺമാസ്കിംഗ് ഫിസിയോതെറാപ്പി ഇൻ ജർമ്മനി എന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീരീസിൻ്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നിങ്ങൾ കമൻറ്റ് ചെയ്തൊരു ചോദ്യമാണ് വാട്ട് ഈസ് ദ ആവറേജ് സാലറി ഓഫ് ഫിസിയോതെറാപ്പി ജോബ്സ് ഇൻ ജർമ്മനി. അത് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റും. സോ വൺസ് അഗൈൻ വെൽക്കം ടു അൺമാസ്കിംഗ് ഫിസിയോതെറാപ്പി ഇൻ ജർമ്മനി എപ്പിസോഡ് 5. സോ നിങ്ങൾക്കും അറിയാം ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി കിട്ടുമെന്ന്. ജർമ്മനി ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഹെൽത്ത് കെയർ രംഗത്ത് ഏറ്റവും അധികം സാധ്യതകളാണ് ജർമ്മനിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് നിലവിൽ ജർമ്മനിയിലേക്ക് പോകാനോ ജോലി ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ആയിരിക്കില്ല, കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. എന്തായാലും വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ജർമ്മനി ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ്? ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജർമ്മനിയിലെ ഹെൽത്ത് കെയർ മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലെയുള്ള ജൂനിയർ ലെവൽ ആൻഡ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജോലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈ സാലറിയും കൂടെ നല്ല നിലവാരമുള്ള ജീവിതവുമാണ് കിട്ടുക. സോ ഏജിങ് പോപ്പുലേഷൻ കൂടിയതും ക്രോണിക് പെയിൻ, റീഹാബിലിറ്റേഷൻ ഡിമാൻഡ് തുടങ്ങിയവ കാരണം ഫിസിയോതെറാപ്പിസ്റ്റിനെ റിക്രൂട്ട് ചെയ്യാൻ ജർമ്മനി ഇപ്പോൾ മുൻകൈ എടുക്കുന്നുണ്ട്. സാലറി സ്ട്രക്ചർ ഇൻ ജർമ്മനി. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയതും ഏറ്റവും കൂടുതൽ അറിയേണ്ടതുമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ജർമ്മനിയിലെ സാലറി ഡീറ്റെയിൽസ് ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ്? ജർമ്മനിയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി അത് നമ്മളുടെ എക്സ്പീരിയൻസും പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുമായും ബേസ് ചെയ്താണ് ഇരിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് 2 വർഷം വരെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് ലെവലിനെ എൻട്രി ലെവൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 2 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് മന്ത്ലി സാലറി ലഭിക്കുക. മെയിൻലി ഹോസ്പിറ്റൽസ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നിവിടങ്ങളിൽ ആണ് ഇത്ര അധികം ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അടുത്തത് MD ലെവൽ എക്സ്പീരിയൻസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ട എക്സ്പീരിയൻസ് 3 വർഷം മുതൽ 4 വർഷം വരെയാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആക്ച്വലി 3,500 to 5,000 euro ആണ് മന്ത്ലി സാലറി. അതായത് ഇന്ത്യൻ കറൻസിയിൽ 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെ മാസത്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. മെയിനായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസിൽ റിക്വയർ ചെയ്യുന്നത് കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഒരേ സമയം തന്നെ നിങ്ങൾക്ക് കൂടുതൽ രോഗികളെ കെയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്തത് വരുന്നത് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. ന്യൂറോ ഫിസിയോതെറാപ്പി, സ്പോർട്സ് ഫിസിയോതെറാപ്പി, മാനുവൽ തെറാപ്പി തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ 5,000 to 7,000 euro പെർ മന്ത്, അതായത് 4.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ആയിരിക്കും ശമ്പളം. അപ്പോൾ കോഴ്സ് കഴിഞ്ഞവർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, നിലവിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഫിസിയോതെറാപ്പി. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങളുടെ സാലറിയെ ബാധിക്കുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, അതായത് എല്ലാ പ്ലേസിലും നമുക്ക് ഈ പറയുന്ന സാലറി സ്കെയിൽ ആയിരിക്കില്ല. മെയിനായിട്ട് ജർമ്മനിയിലെ ബവേരിയ, സ്റ്റുട്ട്ഗാർട്ട് പോലുള്ള പ്ലേസസിലായിരിക്കും ഹൈ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മാനുവൽ തെറാപ്പി, ലിംഫാറ്റിക് ഡ്രെയിനേജ്, ബോപ്പർ ടെക്നോളജീസ് തുടങ്ങിയ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാനും കഴിയും. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ജർമ്മൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് ഈ ഒരു ജർമ്മൻ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടായിരിക്കണം. ജർമ്മൻ A1 to B2 മാൻഡേറ്ററി ആണ്. സോ നമുക്ക് ജർമ്മനിയിൽ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും സർവൈവ് ചെയ്യണമെങ്കിലും ഏറ്റവും അത്യാവശ്യം ജർമ്മൻ ലാംഗ്വേജ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് എവിടെ നിന്ന് പഠിക്കും എന്നുള്ളതിന് ഒരു കൺഫ്യൂഷനും വേണ്ട. ലാൻഡ്സ്റ്റുഡ് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. കാരണം കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ഫാക്കൽറ്റീസ് ഞങ്ങളുടെ പക്കലുണ്ട്. A1 to B2 നിങ്ങൾക്ക് സിമ്പിളായി പാസ് ചെയ്തെടുക്കാമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. സോ ഈ ഒരു വിഷയത്തെ കുറിച്ചും ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും ലാൻഡ്സ്റ്റുഡിനെ കുറിച്ചും ഡൗട്ട്സ് ഉള്ളവർ ഞങ്ങളെ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം ആൻഡ് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.